നമസ്കാരം. പ്രധാന വാർത്തകൾ. യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. ഭൗതിക ശരീരം വൈദ്യപഠനത്തിനായി എയിംസിന് കൈമാറി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച രാജ്യം. ഭൗതിക ശരീരം വൈദ്യപഠനത്തിനായി ദില്ലി എയിംസിന് കൈമാറി. ശരീരം എയിംസിന് കൈമാറുക എന്നത് യെച്ചൂരിയുടെ ആഗ്രഹമായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ ഡൽഹി AKG ഭവനിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. നിരവധി നേതാക്കൾ യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വൈകിട്ട് 3:30 വിലാപയാത്ര ആരംഭിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് യെച്ചൂരിയുടെ ഭൗതിക ശരീരം ദില്ലി എയിംസിന് കൈമാറിയത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മരണം. നെടുമങ്ങാട് സ്ത്രീയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് സ്ത്രീയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെളിക്കച്ചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറിയായ സന്ധ്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കഞ്ചാവുമായി 2 സ്ത്രീകൾ പിടിയിൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായി കണ്ട 2 സ്ത്രീകളെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ ഇവരുടെ പക്കൽ നിന്നും 12 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. കൊൽക്കത്ത സ്വദേശികളാണ് പിടിയിലായ 2 പേരും. അതേസമയം തൃശൂരിൽ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിലായി. പോർക്കുളത്ത് വെച്ചാണ് കഞ്ചാവ് കടത്തുന്നതിനിടെ 4 പേർ അറസ്റ്റിലായത്. ചാലിശ്ശേരി സ്വദേശികളായ ആദർശ്, സുർജിത്ത്, പോർക്കളം സ്വദേശി പ്രിൻസ്, പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD-ആയി ലോക്നാഥ് ബെഹ്റ തുടരും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD-ആയി ലോക്നാഥ് ബെഹ്റ 1 വർഷം കൂടി തുടരും. കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെ നിർണായക ഘട്ടത്തിലാണെന്നും കാലാവധി നീട്ടണമെന്നും ആവശ്യപ്പെട്ട് ലോക്നാഥ് ബെഹ്റ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതോടെയാണ് കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കിയത്. പോലീസ് മേധാവിയായി വിരമിച്ചതിന് പിന്നാലെ 2021 ഓഗസ്റ്റ് 27-നാണ് കൊച്ചി മെട്രോ MD-ആയി ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചത്. 3 വർഷത്തേക്കായിരുന്നു നിയമനം. 2024 ഓഗസ്റ്റ് 29-ന് ബെഹ്റയുടെ കാലാവധി കഴിഞ്ഞു. ഇതിനിടെ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഫേസും കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്ടും നിർണായക ഘട്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ബെഹ്റ സർക്കാരിന് കത്ത് നൽകി. വരും മണിക്കൂറിൽ എറണാകുളം അടക്കം 6 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ്. ഉത്രാടപ്പാച്ചിലിനിടെ കേരളത്തിൽ മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വരും മണിക്കൂറിൽ എറണാകുളം അടക്കം 6 ജില്ലകളിലാണ് മഴ സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ സാധ്യത ഏറ്റവും കൂടുതൽ. രാവിലെ തലസ്ഥാന നഗരത്തിലടക്കം മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ആശ്വാസമാണ്. പാലക്കാട് ഇഡലി തൊണ്ടയിൽ കുടുങ്ങി, യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ തീറ്റ മത്സരത്തിനിടെ ഇഡലി തൊണ്ടയിൽ കുടുങ്ങി യുവാവ് മരിച്ചു. പാലക്കാട് കഞ്ചിക്കോട് സമീപം ആലാമരത്താണ് സംഭവം. ആലാമരം കൊല്ലപ്പുഴ പാഞ്ചാലിയുടെ മകൻ സുരേഷാണ് മരിച്ചത്. പ്രദേശവാസികളായ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഓണാഘോഷത്തിനിടയിലായിരുന്നു സംഭവം. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽപാതയ്ക്ക് റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി. ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽവേ പാതയ്ക്ക് റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി. ബ്രോഡ്ഗേജ് ഇരട്ടപ്പാതയ്ക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം നടക്കുന്നത്. ശബരിമല ഭക്തരുടെ സ്വപ്ന പദ്ധതിക്കാണ് ഇപ്പോൾ അന്തിമ അനുമതിയായിരിക്കുന്നത്. പദ്ധതിക്കായി ആകെ 6450 കോടി രൂപയാണ് ചിലവായി പ്രതീക്ഷിക്കുന്നത്. പാതയുടെ ആകെ ദൂരം 59.23 കിലോമീറ്റർ ആയിരിക്കും. ട്രാക്കിന്റെ പരമാവധി വേഗത 200 കിലോമീറ്ററുമാകും. ആലപ്പുഴയിൽ വഴിയാത്രക്കാർക്ക് നേരെ പടക്കമെറിഞ്ഞ കാർ യാത്രക്കാർ. വഴിയാത്രക്കാർക്ക് നേരെ പടക്കമെറിഞ്ഞ് കാർ യാത്രക്കാർ. ആലപ്പുഴ കാർത്തികപ്പള്ളി മുതുകുളം റോഡിലായിരുന്നു സംഭവം നടന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ടാക്സി വാഹനത്തിൽ സഞ്ചരിച്ചവരാണ് പടക്കമെറിഞ്ഞത്. 5 യുവാക്കളാണ് വാഹനത്തിൽ സഞ്ചരിച്ചത്. ഇവർ സഞ്ചരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓലപ്പടക്കം എറിയുകയായിരുന്നു. ഇവർ എറിഞ്ഞ ഓലപ്പടക്കം പിന്നാലെ വന്ന വാഹനയാത്രക്കാരന്റെ ദേഹത്തേക്കും വീണു. റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയാകും വിധമായിരുന്നു ഇവരുടെ യാത്ര. വാഹനത്തിന്റെ മുൻഭാഗത്ത് ഇരുന്നയാളാണ് പടക്കമെറിഞ്ഞത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
കാഞ്ഞങ്ങാട് പാളം മുറിച്ചു കടക്കവേ ട്രെയിൻ തട്ടി 3 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം 3 പേർ ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പാളം മുറിച്ചു കടക്കുമ്പോൾ അബദ്ധത്തിൽ ട്രെയിൻ തട്ടുകയായിരുന്നു. മരിച്ചവർ സ്ത്രീകളാണെന്ന് സംശയമുയരുന്നുണ്ട്. മൃതദേഹം ചിന്നിച്ചിതറിയെന്ന് തിരിച്ചറിയാനായിട്ടില്ല. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവർ കാഞ്ഞങ്ങാട് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരാണെന്ന് സംശയിക്കുന്നുണ്ട്. ഗുഡ്സ് ട്രെയിൻ ഇടിച്ചതെന്നാണ് നിഗമനം. ഓടിക്കൊണ്ടിരുന്ന BMW കാറിന് തീപിടിച്ചു. സംഭവം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. BMW കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. തീ പടരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി.